ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ പി കെ ബുജേർ അറസ്റ്റിലായതോടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പ്രതിരോധത്തിലാണ്. എം.എസ്. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, മുൻകാലങ്ങളിലടക്കം ഫിറോസ് എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഇടത് ഹാൻഡിലുകൾ ആണ്. അവിടെ ഏറ്റവും ചർച്ചയാകുന്നത് ബിനീഷ് കോടിയേരിയുടെ പേര് തന്നെയാണ്. ഇത്തരം വിമർശനങ്ങളെ, ഇടത് ഹാൻഡിലുകളിലെ എതിർപ്പുകളെ എങ്ങനെയാണ് ലീഗും യൂത്ത് ലീഗും ഒക്കെ നോക്കിക്കാണുന്നത്? അഭിലാഷ്, തീർച്ചയായും ഇടത് ഹാൻഡിലുകൾ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ബിനീഷ് കോടിയേരി സംഭവം ചൂണ്ടിക്കാട്ടിയാണ് വിമർശന ശരങ്ങളേറെയും ചെയ്യുന്നത്. കാരണം ഈ ബിനീഷ് കോടിയേരിയുടെ ഈ ബാംഗ്ലൂരിലെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയും ഇക്കാര്യത്തിൽ ആരോപണ വിധേയരായ ആളുകൾ മാറി നിൽക്കണം, ഈ അധികാരം ഉപയോഗിച്ച് ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരി വൈകാരികമായ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ കുറച്ചൊരു 10-15 വർഷം കൂടിയെങ്കിലും ജീവിക്കേണ്ടിയിരുന്ന തൻ്റെ പിതാവിനെ പെട്ടെന്നൊരു മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇത്തരം ആരോപണങ്ങളാണ്. ആരോപണങ്ങളിൽ നിന്ന് ഉയർന്ന വേദനയാണ്. ഒരു മയക്കുമരുന്ന് കടത്തുകാരൻ്റെ അച്ഛനെന്ന ഒരു പേരുദോഷം അദ്ദേഹത്തിന് കേട്ടിരുന്നു. ഒപ്പം അവസാന നാളുകളിൽ അച്ഛനൊപ്പം നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പോലും കഴിയാതെ വന്ന ഒരു മകൻ്റെ മാനസിക ബുദ്ധിമുട്ട് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് 1 വർഷവും 1 ദിവസവും ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് പിന്നീട് ആ കേസിൽ യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് കോടതി പറയുകയും ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത്. ഇതിനെല്ലാം ഒരു കുന്തമുന നീളുന്നത് പി കെ ഫിറോസിന് നേരെയാണ്. കാരണം അദ്ദേഹമാണ് ഈ ആരോപണം ഏറ്റുപിടിച്ച് ആദ്യം വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ സാമൂഹ്യ സമ്മർദ്ദം ശക്തമായതോടെ വലിയ പേരുദോഷമാണ് തനിക്കുണ്ടായത് എന്ന് ബിനീഷ് കോടിയേരി പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അക്കമിട്ട് തന്നെ ഇന്നലെ പി കെ ഫിറോസ് മറുപടി നൽകുന്നുണ്ട്. കാരണം കുടുംബത്തിലെ ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു എന്ന പേരിൽ തന്നെ എന്തിനാണ് ക്രൂശിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യത്തിൽ ഇടപെടുന്നതിനോ അല്ലെങ്കിൽ ഈ സഹോദരനെ രക്ഷപ്പെടുത്തുന്നതിനോ താനും തൻ്റെ കുടുംബവും ശ്രമിക്കുന്നില്ല. ഒപ്പം കോടിയേരി ബാലകൃഷ്ണനെതിരായി ഉയർത്തിയ അല്ലെങ്കിൽ ബിനീഷിനെതിരായി ഉയർത്തിയ ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടിയും പറയുന്നു. ഈ മകൻ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ ഒരിക്കലും താൻ കോടിയേരി ബാലകൃഷ്ണനെ പഴി പറഞ്ഞിട്ടില്ല എന്നാണ് പി കെ ഫിറോസ് പറയുന്നത്. അതിൻ്റെ പേരിൽ അന്ന് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ BJP പ്രതിനിധികൾ തന്നോട് പലപ്പോഴും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് CPM-നെ തള്ളി പറയുന്നില്ല എന്നൊക്കെ അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്നും ഇന്നും തൻ്റെ നിലപാട് കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ക്രൂശിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ബിനീഷ് കോടിയേരിയുടെ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഈ പാർട്ടിയാണ് ഭരണം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സ്വാധീനം ഭരണത്തിലുണ്ട്. അപ്പോൾ അധികാര ശ്രേണിയിൽ ഇരിക്കുന്ന ആളുകൾ ആ സ്ഥലത്ത് നിന്നും മാറി നിന്ന് അന്വേഷണമൊക്കെ നടക്കുമ്പോൾ ഇടപെടാതിരിക്കുക എന്നതാണ് സാമാന്യ മര്യാദ. മറിച്ച് ഒരു പ്രതിപക്ഷ വിഭജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന താൻ ഏത് തരത്തിലാണ് അന്വേഷണത്തെ സ്വാധീനിക്കുകയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ ബുജേറിനെ വൈദ്യപരിശോധനയൊക്കെ നടത്തി കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടർ ചർച്ചകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ വലിയ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പി കെ ഫിറോസ് ഇപ്പോൾ വീണിരിക്കുന്നതും. അതാണ്, സഹോദരനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും പി കെ ഫിറോസ് വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്.